ചിപ്പു ചിപ്പുളി ചിപ്പുളി കയ്യിൽ നിന്റെ ആവശ്യം. എടാ നീ എന്താ ഒരു ഫോണ് കൈമത്തന്ന മര്യാദക്ക് പറയണം, മനസ്സിലാ? എടാ അങ്ങനെ എടാ തെറി വിളിക്കുമ്പോ ആദ്യം പേരൊന്നും ചോദിക്കാൻ പറ്റില്ല, മനസ്സിലാ? പേരും ചോദിക്കാൻ പറ്റില്ല. എന്ത് നീ എന്തോ മംഗല ആലോചിക്കുന്ന? പേരും ചോദിക്കണ്ടായില്ല, നേരെ അറിയോ നേരത്തെ പോലെ. ചിപ്പ് ചിപ്പ് എന്താ ചിപ്പു, എന്താ പരിപാടി? എടാ ഞാൻ ഒരു കിടില ഐഡിയ പറയട്ടെ. നീ പബ്ജി ഇൻസ്റ്റാൾ ചെയ്യുക, മുത്ത കിടിലൻ ഗെയിമാണ്. ഇതിനെക്കാളും കിടിലൻ ഗെയിം വേറെ ഇല്ല. ഞാൻ കളിക്കാൻ പഠിപ്പിച്ചു, ഞാൻ മടിയിലെടുത്തിട്ട് പഠിപ്പിച്ചല്ലോ നിന്നെ. ആടാ ഞാൻ മടിയിലെടുത്ത് തന്നെ ഞാൻ പഠിപ്പിച്ചല്ലോ. ഞാൻ നിന്നെ ഇങ്ങനെ ഞാൻ കാണിച്ചു ഇതുപോലെ പഠിപ്പിച്ചല്ലോ. എന്താടാ ഇവരെന്താ ഓവറാക്കുന്നടാ? മൈരന്റെ കുണ്ണ ചതഞ്ഞു പോയടാ. ചിപ്പു എന്റെ സാമാനം പോയി. ചിപ്പു നമുക്കൊരു സാമാനം ഉണ്ടാവില്ല, പോയി ചതഞ്ഞ് ചതഞ്ഞ് ചതഞ്ഞ്. അത് നിനക്ക് എന്ത് വെയിറ്റടാ നിനക്ക്, തടിയൻ. പോടാ അപ്പുറത്ത്. മണിക്കൂട്ടാ എടാ ഞാൻ പറയട്ടെ, ഞാൻ തമാശ പറഞ്ഞു, ഞാൻ കാര്യം പറയാം. ഞാൻ എന്നെ മടിയിലെടുത്ത് പഠിപ്പിച്ചു. മുത്തേ നീ പബ്ജി കളിക്കാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ, പിന്നെ നിനക്ക് വേറെ ഒന്നും വേണ്ട, മനസ്സിലാവും? കിടിലൻ ഗെയിമാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, പബ്ജി മൊബൈൽ ഡൗൺലോഡ് ചെയ്യല്ലേ, BGMI വേണം ഡൗൺലോഡ് ചെയ്യാൻ. അതായത് പബ്ജിന്റെ ഇന്ത്യൻ വേർഷനാണ് BGMI, മനസ്സിലായോ? അതാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. റീജിയൻ മാറ്റിയാൽ മതി, അപ്പൊ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിലും ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല. എടാ മാക്ക, യോ മാക് മാക് കിസ് ഹർന കിസ് കിസ്. ആ ഇത് പറഞ്ഞ ഓഡിയൻസ് പറഞ്ഞോ, ഓഡിയൻസ് പറഞ്ഞോ. എൻ്റെ വകയല്ലോ, ഓഡിയൻസിൻ്റെ വകയോ. ആ എടാ ഈ ഇന്ത്യൻ അല്ല അർമേനിയെന്ന് BGMI ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമോ? എടാ അതല്ലടാ, അവിടെ ഗ്ലോബൽ അല്ലേ? ചേച്ചി ചേച്ചിയാ? അല്ല വിളിക്കാൻ താല്പര്യമുണ്ട്, പക്ഷെ താല്പര്യമില്ല, അതുകൊണ്ട് പറ്റും. ഞാൻ മോളൊക്കെ വിളിച്ച് എനിക്ക് പറ എന്താ ചെയ്യണ്ടേ? വേറെ പണിയുണ്ട്, എന്താന്ന് പറയും. എടാ ഇത് അർമേനിയ കിട്ടുമെന്ന് ഉറപ്പല്ലേ BGMI? എന്താ തക്കാളിയാണ്? എടാ അതായത് റീജിയൻ മാറ്റാണ്. അവിടെ സെർച്ച് ചെയ്യുമ്പോ പബ്ജി മൊബൈലല്ലേ വരുവാ? ഐഫോണാണോ? ഐഫോണാ? ആ ഐഫോണാ. റീജിയൻ മാറ്റുക, ആപ്പ് സ്റ്റോറിൽ പോവാ. ആപ്പ് സ്റ്റോറിൽ പോയിട്ടില്ലേ ഇന്ത്യ വിടോ? തായ്ലൻഡോ? നീ എന്താ പറയാൻ വന്നിപ്പോ? ആ എന്നാ പിന്നെ BGMI കിട്ടും. ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയോ, ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയോ. പ്ലേ സ്റ്റോറിൽ പോയിട്ട് BGMI സെർച്ച് ചെയ്ത് നോക്കൂ. പ്ലേ സ്റ്റോർ അല്ലടാ, ആപ്പ് സ്റ്റോർ. വാട്ട് എവർ ബ്രദർ, മനസ്സിലായില്ലേ? പ്ലേ സ്റ്റോർ തുറക്കാൻ പോയി. ആ BGMI ആ അതന്നെ, ബാറ്റിൽ ഗ്രൗണ്ട്സ് മൊബൈൽ ഇന്ത്യ. ആ സാധനം ഇല്ലേ? ആ അത് കേറ്റണം, മനസ്സിലാവും? എന്നിട്ട് അതന്നെ കേറ്റണം എന്ന് പറഞ്ഞു. ആ എന്നിട്ട് കേറ്റിട്ടാകുമ്പോ ഇറക്കണം. അല്ല അല്ല ഞാൻ വെറുതെ സോറി കേറ്റിട്ടാകുമ്പോ പേരിടോ നിന്റെ, എന്നിട്ട് എനിക്ക് ഐഡിയ വെച്ചെന്നാ മതി. ഞാൻ റിക്വസ്റ്റ് ഇടാം, മനസ്സിലാവും? VPN വേണം കേട്ടോ. VPN വേണോ? VPN യൂസ് ചെയ്യാറുണ്ടോ കുട്ടി? VPN ഉപയോഗിക്കലുണ്ടോ? തീരെ ഹലോ തീരെ നമ്മളെ ഡെയിലി VPN ഉപയോഗിക്കലുണ്ട്.
VPN ഡൗൺലോഡ് ചെയ്യണം. നല്ല മഡ് ഫിഷ് പൈസ കൊടുക്കണം. കായ് ഇറക്കണം. മഡ് ഫിഷാ ഫ്രീ അല്ലേ? ഫ്രീയില് കളിക്കരുത്. 1.1.1 അത് ഭയങ്കര ഇതായിരിക്കും, പിങ് ആയിരിക്കും. നീ സെറ്റാക്കി കൊടുക്കോ. ഇതാ മാക്കില്ലേ, മാക്ക് ഫുൾ നിങ്ങക്ക് കളിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാക്ക് ഫുള്ള് സെറ്റാക്കി തരും അറേഞ്ച്മെന്റ്സ്. എടാ അതല്ല ഗെയിമിന്റെ എല്ലാ സംഭവം മാക്ക് സെറ്റാക്കി തരും. കളിക്കാൻ താല്പര്യം ഉണ്ടോ? ഇതുവരെ കളിച്ചില്ല. അല്ല ഇതുവരെ കളിച്ചില്ല. ഞാൻ കളിക്കാൻ പഠിപ്പിക്കാം. ഞാൻ പറഞ്ഞിട്ടെ, ഞാൻ ഇങ്ങനെ ഇതിന് കുറച്ച് 4 ഫിംഗർ 2 ഫിംഗർ 3 ഫിംഗർ അങ്ങനെ കുറെ പരിപാടി ഉണ്ട്, മനസ്സിലാവും. നീ ഇങ്ങനെ ഫോൺ പിടിക്കുമ്പോൾ ഞാൻ ഇതിന്റെ ബാക്കിൽ നിന്ന് ഇങ്ങനെ കൈ ഇട്ടിട്ട് ഇങ്ങനെ അല്ല അതല്ല ഡാൻസ് അല്ല, ഇങ്ങനെ ബാക്കിൽ നിന്ന് ഇങ്ങനെ കൈ ഇട്ടിട്ട് ഇങ്ങനെ കൈനെ കൊണ്ട് ഇങ്ങനെ പിടിച്ച് കളിപ്പിക്കൂലേ. അപ്പൊ എങ്ങനെ പഠിക്കും? അതാവും പെട്ടെന്ന് പഠിക്കാന്ന് ചോദിച്ചിട്ടാണ്. വേണ്ടെങ്കിൽ വേണ്ട. എന്തായാലും ഡൗൺലോഡ് ചെയ്യും, കളിക്കാം. ഇനി എന്താണ് ഒരു സ്നേഹമില്ലാത്ത ഇപ്പം? പണ്ട് ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. എല്ലാരും ഇങ്ങനെ പീപ്പിൾ ചേഞ്ചസ്. സംടൈംസ് പീപ്പിൾ ചേഞ്ച് ഫോർ നോ റീസൺ. ആൾക്കാരെല്ലാം മാറും. പോട്ടെ പോട്ടെ പോട്ടെ, എന്നാ ശരി, ഓക്കെ. ഒന്നുമില്ല. എന്നാലും ഒന്നുമില്ല, ഞാൻ പോവാ. ഒന്നുമില്ല. ഒരു ഉമ്മ തന്നെ ഹാപ്പിയാവും. ശരിക്കോ? അല്ല എനിക്ക് കൊറേ മെസ്സേജ് വന്നിട്ടുണ്ട്, നീ ഏതോ ഹിബയായിട്ട് സെറ്റായി ഹിബ. ഏത് ഹിബ മോളെ? നീയാണ് എന്റെ ഏറ്റവും മെയിൻ പ്രയോറിറ്റി, മനസ്സിലായി? അധികം അതിന്റെ ഉള്ളൂ ഹിബ, മനസ്സിലാവും? ഹിബ സെക്കൻഡ് പ്രയോറിറ്റിയാണ്, നീയാണ് മെയിന്. നമുക്കില്ലേ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഹലോ, നമുക്കില്ല എന്തായാലും നീ അർമേനിയയിലാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഡേറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞ നമുക്ക് ഓൺലൈൻ ഡേറ്റിന് പോവാം. അങ്ങനെ ഉണ്ട്. അതായത് നമ്മള് അല്ലല്ല അങ്ങനെയല്ല. ഓൺലൈൻ ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും നീ ഒരു ചായയോ അല്ലെ കോഫി ആയിട്ട് നീ ക്യാമറ പിടിച്ച് മുന്നിൽ ഇങ്ങനെ വെക്കും, ഞാനൊരു കോഫി ആയിട്ട് കഴിക്കും. എന്നിട്ടിങ്ങനെ ശരിക്കും നല്ല ഡ്രസ്സെല്ലാം ഇട്ടിട്ട്, മനസ്സിലാവും? എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കും, മനസ്സിലാവും? പക്ഷെ ഇതില് ഫോണിൽ പറ്റൂല. PC-ന്റെ എനിക്ക് ലാപ്ടോപ്പില്ലേ, ലാപ്ടോപ്പിന്റെ ക്യാമറയിൽ ഇങ്ങനെ നമ്മള് ഒഫീഷ്യൽ മീറ്റിംഗിൽ ഇരിക്കുന്ന പോലെ, പക്ഷെ എന്നാൽ മുന്നിൽ കോഫി എല്ലാം വെച്ച് നല്ല ഡ്രസ്സെല്ലാം ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ഇതാക്കും, പാട്ട് പാടും. അങ്ങനെ ഓൺലൈൻ ഡേറ്റ് അറിയില്ല? എന്തുകൊണ്ടാ? നീ അത് ചന്തിക്ക് അടിച്ചിട്ട് നീ ഇവിടുന്ന് പോയത് തന്നെ. നീ പോയാ മമ്മ വെറുതെ ഓറാക്കാണ്ട്. എന്നിട്ടേ ചിപ്പോ എന്താ ഇത്? നീ വേറെന്താ നോക്കുന്നത്? നീ എനിക്കിപ്പോ എന്നോട് ഒരു സ്നേഹവും ഇല്ല. എന്താ ഓക്കേന്ന് കാണിച്ചേ? കാണിക്ക്. അത് കുഴപ്പമില്ല, കാണിക്ക്. സാധാരണ ഫുഡ് ചോറുണ്ട്, പരിപ്പ് കറി, പിന്നെ ചിക്കൻ ഫ്രൈ, വേറെ ഒന്നുമില്ല. എന്നിട്ട് എന്നിട്ട്
ഒരു മിനിറ്റ്. എന്താടാ എടാ എന്ത് ചോദിക്കാനാടാ നീ എല്ലാം പറയും? നിൽക്കുന്നത് എന്താടാ? ഞാൻ ചോദിച്ചോളാം കേട്ടാ, എനിക്ക് തോന്നുമ്പോൾ ചോദിച്ചോളാം. പിന്നെന്തായിരുന്നു ഞാൻ ചോദിക്കാൻ വെച്ച? എന്താ കുക്ക് ചെയ്യുന്നത്? എന്താ? മണക്കുന്നുണ്ട് അതിന്റെ മണമുണ്ട്. എടാ എന്താ ശരിക്കും മണക്കുന്ന? മമ്മ എന്താ കുക്ക് ചെയ്യുന്നടാ? ചപ്പാത്തിയും ചിക്കൻ, ബീഫ്, മട്ടൻ. അവിടെ ഒരു പ്ലേറ്റ് കൊണ്ടുത്താടാ, പെട്ടെന്ന് വിശക്കുന്നു. മമ്മ സ്പെഷ്യൽ ഒന്നുമില്ല, ചപ്പാത്തി ചിക്കനാ. ചിക്കന് ബീഫ് എന്താണ്? ഓൺലി ഫാൻസ് ഐഡി. ഓൺലി ഫാൻസാ? നിനക്ക് ഓൺലി ഫാൻസ് അറിയോ? ഓൺലി ഫാൻസ് അറിയോ? ഓൺലി ഫാൻസ് അതങ്ങനെ ഒരു സാധനമുണ്ട്. ഇൻസ്റ്റയും സ്നാപ്ചാറ്റെല്ലാം പോലത്തെ ഒരു സംഭവം. എന്റെ ഓൺലി ഫാൻസ് ചോദിക്കാൻ പറയുന്നു ഓഡിയൻസ്. അങ്ങനെ പലതും ചോദിക്കും. ക്രേസി മദർഫക്കേഴ്സ് ആണ്, നോക്കണ്ട. പിന്നെ വെർജിൻ ആണോന്ന് ചോദിക്കും. നിനക്ക് എത്ര വയസ്സായെന്ന് പറഞ്ഞേ? 24. ലെറ്റ് മീ ഗസ്. വെർജിനല്ല. വെർജിനാ? വെർജിനാണോ അല്ലയോ? ഞാൻ അല്ലാന്നാ പറഞ്ഞേ. ആണ് ശരിക്കും? സീരിയസ്ലി? എന്താ അങ്ങനെ ചോദിച്ചാ ചാറ്റിന്ന് എനിക്ക് കിട്ടിയ ക്വസ്റ്റ്യൻ. വെർജിനാണ്. 24-year-old വെർജിൻ. ഇങ്ങനല്ലോ വയസ്സ് പറഞ്ഞത്. സാധാരണ പെൺകുട്ടികൾ ഇത്രയും 24-ലാകുമ്പോഴേക്ക് വെർജിൻ ആയിട്ടുള്ളവരെ ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ കണ്ട്. റെസ്പെക്ട്. അല്ല അങ്ങനെയല്ല, ഇത്രയും കാലം വെർജിനായി നിക്കാന്ന് പറഞ്ഞാ കുറച്ച് ഇതല്ല. ഐ മീൻസ് ആണുങ്ങളൊക്കെ 30 വയസ്സ് 40 വയസ്സുള്ള വെർജിൻസ് ഉണ്ട്. ചാനലിൽ ഇപ്പൊ വെർജിനാന്ന് നമുക്ക് സംശയമുണ്ട്. അല്ല ആണുങ്ങളൊക്കെ, പക്ഷെ പെൺകുട്ടികൾ അങ്ങനെ കണ്ടിട്ടില്ല. അതാ എനിക്കറിയില്ല. തലശ്ശേരി കോൺവെന്റ് സ്കൂളിലാണോ നോക്കുന്ന? നീ തലശ്ശേരി കോൺവെന്റ് സ്കൂളിലാണോ പഠിച്ചത്? ഹലോ, അമൻ കെ ഡൊനേറ്റഡ് 40 രൂപ ത്രൂ ഗൂഗിൾ പേ. നീ വെർജിൻ ആണോ തൊപ്പി? ഈ വെർജിനിറ്റി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഞാൻ വെർജിനാണെന്ന് ചോദിക്കുന്നത്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഈ വെർജിനിറ്റി എങ്ങനെ ഒരാൾ വെർജിൻ ആവുക? നമ്മൾ കിസ് ചെയ്ത നമ്മൾ വെർജിൻ ആണോ? കിസ് ചെയ്ത വെർജിൻ അല്ലേ? ആണ് അല്ല? ഓക്കെ, അപ്പൊ ഏത് പോയിന്റിലാണ് ഒരാൾ വെർജിൻ അല്ലാന്നാവുന്നത്? അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഞാൻ വെർജിൻ ആണോ അല്ലയോ എന്നുള്ളത്. നീ തലശ്ശേരി കോൺവെന്റ് സ്കൂളിലാണോ ചോദിക്കണം? ഏത് സ്കൂളിലാണ് പഠിച്ചേ? ശരി. ഫുഡ് ഡേറ്റ് നൗവാ? ഫുഡിന്റെ ഡേറ്റ് വരും. അതാണ്ട നമുക്ക് ശരിക്കും നമുക്ക് പ്രോപ്പർ ഓൺലൈൻ ഡേറ്റ് ഒരു ദിവസം സീരിയസ്. ഓക്കെ. എന്നിട്ട് എന്തായിരുന്നു നിന്റെ എന്തെല്ലാം സുഖല്ല?
നല്ല സുഖോ അതെന്ത് ഫുഡൊന്നും കഴിക്കുന്നില്ലേ? ഫുഡ് കഴിക്കണം വിശക്കുന്നുണ്ട്. മമ്മൂട്ടിയില്ലേ ആന്നപ്പോഴേ അമ്മോ എന്തേലും അണ്ണാക്കിലെ കുത്തി കയറി താടാ വിശക്കുന്ന്. എന്ത് ഇതെന്തൊരു അറാൻ പറഞ്ഞവരാന്നടാ. ഒരാള് വിശന്നിട്ടല്ലടാ ചോദിക്കണം. അപ്പൊ ഇങ്ങനെയാടാ തിരിച്ചു പറയല്. എന്നിട്ട് പറമോളെ എന്തല്ലോ ഫുഡെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞോ? എന്നിട്ടോ എന്താ പരിപാടി? രാത്രി 2 മണിയായി. 2 മണിയായി അവിടെ 12:30. എനിക്ക് കൊറേ കാലമായി ഒരു ഉമ്മേലം കിട്ടിയത്. ചാറ്റിന്റെ ഉമ്മ ആയിരിക്കും വേണം. എടാ പോ. എന്നോട് ചാറ്റെല്ലാം പറയുന്നത് ചിപ്പ് എനിക്കൊരു ഉമ്മ തരണം എന്നാണ്. പിന്നെ നിന്റെ ഇഷ്ടം. ഞാൻ നിർബന്ധിക്കൊന്നുമില്ല. കാര്യം പറയാം, ഞാൻ നിർബന്ധിക്കൊന്നുമില്ല. ചാറ്റ് പറയുന്നത് വെച്ചാല് ചിപ്പ് എനിക്കൊരു ഉമ്മ തരണം. ബാക്കി നിന്റെ ഇഷ്ടം. അതാ ചാറ്റ് പറയുന്നല്ലേ ഞാൻ പറയുന്നതാ. തരാൻ പറ്റുമല്ലോ, തരാൻ പറ്റുമല്ലോ. എന്ത് ജംഷാദ് ടി പി ഡൊനേറ്റഡ് 40 രൂപ ത്രൂ ഗൂഗിൾ പേ. കാമക്കണ്ണൻ തൊപ്പിക്കടിക്കേറി. കാമക്കണ്ണൻ അവിടെ എന്താടാ ഞാൻ അവിടെ നിങ്ങ പറഞ്ഞാടാ ഞാൻ ചോദിക്കുന്നത്. അവിടെ നിങ്ങ പറഞ്ഞ ചോദ്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്. എന്നെ ഒരുമാതിരി എന്നാലൊരു ഉമ്മ കിട്ടിയതല്ലായിരുന്നു. പോട്ടെ. ആസ്ക് അബൌട്ട് പ്രയാഗ. പ്രയാഗ ആരാ? അബ്ദുൽ. അബ്ദുൽ വെറുങ്ങനെ അബ്ദുലിനെ ഉള്ളു. പിന്നെ NGA. പിന്നെ 2-3 ആൾക്കാർ. അബ്ദുലും സുധീർ 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 എന്ന് പറഞ്ഞൊരാള്. പിന്നെ ഫാൻ 1490. പിന്നെ ആസ്ക് അബൌട്ട് പ്രയാഗ്, മിഥിലാജ് ഹായ്. ഇതെല്ലാം ആരാ? ഇവരെല്ലാം നിന്നെ അറിയുന്ന ആൾക്കാരാ? പ്രയാഗ് ആരാ? കാര്യം പറ. എടാ ആരാ ആരാ പ്രയാഗ് ആരാടാ? ചാറ്റോറ ചാറ്റോറ. ഇതെന്താ എല്ലാരും പ്രയാഗ് പ്രയാഗ് എന്ന് പറഞ്ഞു നോക്കാൻ? ലിറ്ററലി എന്റെ ചാറ്റ് മൊത്തം പ്രയാഗ് പ്രയാഗ് എന്ന് പറയുന്നത്. ഓക്കെ 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 ഓക്കെ. എന്താ എക്സാ അങ്ങനെ എന്തെങ്കിലും? ഓക്കെ, റെസ്പെക്ട് യുവർ ഡിസിഷൻ. ഇതെന്താ? ഓ എന്തിന്റെ സ്പെഷ്യൽ? ബീഫ് ഫ്രൈയോ? ഓ ബീഫ് ഫ്രൈ. അവിടെ മുത്ത് മമ്മൂന്റെ സ്പെഷ്യൽ മോളെ. ബീഫ് ഫ്രൈ, ചില്ലി ചിക്കൻ. അതൊക്കെ ഞാൻ കാണിച്ചതാ. ബീഫ് ഫ്രൈ, ചില്ലി ചിക്കന്, ചപ്പാത്തി. ആള് കുക്കാണ് കേട്ടോ. എന്തെല്ലാം പറയാൻ നിൽക്കുന്നത്. ഇതേടെ വെക്കോ ഈ ഫോണ്. ടേസ്റ്റ് നോക്കിട്ട് പറയാം. എന്താ നീ ഇങ്ങനെ നിൽക്കുന്നത്? ആ തിന്നിട്ട് ഒന്ന് സമാധാനം തോന്നി. ഇങ്ങനെ പൊട്ടാൻ നിൽക്കുന്ന പോലെ നിൽക്കല്ലേ. മാറങ്ങോട്ട്. മമ്മൂന്റെ സ്പെഷ്യൽ സാധനം നോക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യം ഏതാ ടേസ്റ്റ് ചെയ്യാം? ബീഫാ ചിക്കനാ? ബീഫ്.
നീ ഇത്ര രൂപയിൽ കുക്ക് ചെയ്യോ? എന്റെ അമ്മയുടെ മരണ ടേസ്റ്റടാ. സീരിയസ്ലി കണ്ണു വെക്കുന്നല്ല, ശരിക്കും ഭയങ്കര ടേസ്റ്റ്. എന്റെ മോനെ അവിടെ പോടാ. അതെങ്ങനെയാ ഇത്ര ദിവസം ഇത്ര ടേസ്റ്റ് ഉണ്ടായില്ലല്ലോ. ചിക്കൻ നോക്കട്ടെ, ചിക്കൻ നോക്കട്ടെ. നോടാ നീ ഫുഡ് കഴിച്ച് നോക്കിയാ? ഒന്നും പറയാനില്ല. നീ എന്തെങ്കിലും പറയട്ടെ, അതിന് ശേഷം പറയാനുള്ള ഒരു മൂടി നിൽക്കരുത്. ഡബ്ല്യു മമ്മൂടെ മുത്തേ, മമ്മൂന്റെ വായിന്ന് വെള്ളം വരുന്നടാ. നീ ഒന്നില്ലേ എടുത്തിട്ടോ സ്വന്തം നിന്റെ ടേസ്റ്റ് നീ എന്നെ നീ റേറ്റ് ചെക്കൻ സീനും മോളെ ചിപ്പു. ഞാനൊരു കാര്യം പറയട്ടെ, നീ കുക്ക് ചെയ്യോ? ശരിക്കും അവിടെ വെക്കാൻ പറ്റില്ല, അത് ഫോൺ അവിടെ വെക്കാൻ സ്ഥലമില്ല. അതാ അടിയിൽ ചാർജറിന്റെ വയർ കുത്തിയിട്ടുണ്ട്, മനസ്സിലാവാം. ഇതില്ല, ഫോണ് പി സിയിലേക്ക് കണക്ട് ചെയ്യുന്ന വയറല്ലേ, അതുള്ളതുകൊണ്ട് എനിക്ക് നേരെ വെക്കാൻ പറ്റില്ല, തിരിച്ചിട്ട് വെക്കാൻ പറ്റും. അതെങ്ങനെ? വേണ്ട, കുഴപ്പമില്ല. ചിപ്പോ നീ കുക്ക് ചെയ്യോ? നല്ലേല് പക്ഷെ നീ എത്ര നന്നായിട്ട് കുക്ക് ചെയ്യുന്ന പറഞ്ഞ മോളെ, ഈനക്കാളും നല്ലതായിരിക്കില്ല. ഈനക്കാളും നല്ലതെന്ന് എനിക്ക് തോന്നില്ല. ഇതിനേക്കാളും നന്നായിട്ട് നീ കുക്ക് ചെയ്യുന്ന എനിക്ക് തോന്നില്ല. എന്നാ നീ എനക്കെന്ന് കേട്ടോ. അത് ഫോൺ അങ്ങനെ വെക്കാൻ പറ്റുമോ? ഞാൻ പറയട്ടെ, അങ്ങനെയാണെങ്കിൽ നീ എനക്ക് എന്തെങ്കിലും ഉണ്ടാക്കിത്താ. നീ അപ്പൊ ഡിസംബറിലല്ലേ വരുന്നത്, അപ്പൊ നീ എന്തെങ്കിലും കുക്ക് ചെയ്താ. ഞാൻ പറയാം ടേസ്റ്റ് ഉണ്ടോ ഇല്ലോ എന്ന് പറയാം. നീ എന്തെല്ലാം ആക്കും? ഞാൻ ഉണ്ടെങ്കിലാ അത് അങ്ങനെ പറഞ്ഞ അതല്ല, നീ എന്താ ഫുഡിന്റെ കാര്യം ചോദിക്കുന്നേ? ഞാൻ ഫുഡിന്റെ ചോദിക്കാം, എന്താ ഉണ്ടാക്കി തരുവാ? ഞാൻ എല്ലാം കുക്ക് ചെയ്യും, അങ്ങനൊന്നുമില്ല. അപ്പവും തേങ്ങ അരച്ച ബീഫും ആക്കോ? ഉണ്ടാക്കോ? തേങ്ങ അരച്ച ബീഫ് കറി ഉണ്ടാക്കോ നീ? ആ മമ്മ ഉണ്ടാക്കോ? ഉണ്ടാക്കോ? ശരിക്കും അങ്ങനെയാണെങ്കിൽ നീ ഡിസംബർ നാട്ടിൽ വരുമ്പോ നിന്റെ അപ്പം ഞാൻ തിന്നു. അല്ല, അപ്പം ഉണ്ടാക്കി തരണം, ഞാൻ റേറ്റ് ചെയ്യാം. ശരിക്കും തരുമോ? ഓക്കെ ഓക്കെ ഓക്കെ. യൂറോ സെമി യൂറോ എന്താടാ? അവിടെ യൂറോ വെച്ചാടാ. അങ്ങനെ വേണ്ട, ഞാൻ നോക്കാം. പ്രയാഗ് is shifting. ആജ് ഡൊനേറ്റഡ് 40 രൂപ ത്രൂ ഗൂഗിൾ പേ. പ്രയാഗിന് ഒരു ഉമ്മ. പ്രയാഗിനൊരു ഉമ്മേ? പ്രയാഗ് എന്ന് പറയുന്നത് Prayag is her ex also. He cheated. ഓ നിന്നെ ചതിച്ചാ? ആ ഒരു പേര് ഇതില് പറയണ്ട. ഓക്കെ, സോറി മൈ മിസ്റ്റേക്ക്. സോറി. അല്ല, എല്ലാരും വന്ന് സ്പാം ചെയ്യുന്നുണ്ട്, സോറി. എടാ നിർത്തടാ, ഇനി ആ പേര് പറയാൻ പറ്റില്ല, ആ കാര്യം പറയല. ബ്രോ റെസ്പെക്ട്
ഇനി ആ പേര് പറയാൻ പറ്റില്ല, കാര്യം പറയാം. ചായ 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 നിർത്തിക്കോ നിർത്തിക്കോ. എന്താ സങ്കടം? എന്ത് സങ്കടം? ആർക്ക് സങ്കടം? നീ ഇത് തല കുത്തി വെച്ചോണ്ട് എന്നോടാണെന്ന് ചോദിക്കാൻ, വേറെ ഒരാളൊന്നും ചോദിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. വന്നാലും എന്റെ മമ്മു, നീ ഇമ്മാതിരി ഫുഡെല്ലാം ഉണ്ടാക്കിട്ട് നീ എങ്ങനെയാ എൻ്റെ അടുത്ത് വന്ന് വിട്ടുപോയത്? പിന്നെന്താ വലിയ വലിയ ഹോട്ടലൊന്നും പൊക്കിക്കൊണ്ട് പോകണെന്ന്? ഹോട്ടലിൽ വാങ്ങിയതാ? ഇത് ബിലാൽ തട്ടുകടയിലെ ചിക്കൻ്റെ ഒരു ടേസ്റ്റ്. സാദിഖ് മുഹമ്മദ് ഡൊനേറ്റഡ് 40 രൂപ ത്രൂ ഗൂഗിൾ പേ. ചന്തി കഴുകിയ കൈകൊണ്ട് തിന്നുന്ന മൈരൻ. നീ ഹോട്ടലിൽ പാർസൽ വാങ്ങിയതാ? ഇങ്ങോട്ട് നോക്കടാ, സത്യം പറയടാ, മോത്തോക്കി പറയടാ. ഇങ്ങോട്ടോ ഇങ്ങോട്ടോ ഇങ്ങോട്ടോ. ഉമ്മാണ് നീ ഇത് കുക്ക് ചെയ്തതെന്ന്. നീ ഇത് ഉമ്മാണ് നീ കുക്ക് ചെയ്തെന്ന് പറ. ഞാൻ ബിലാൽ തട്ടുകടയിൽ ടേസ്റ്റ് ചെയ്ത് ഇതെങ്ങനെ ഓർഡർ ആക്കി? സ്വിഗ്ഗിയിൽ എത്തിച്ചാ? എടാ കുണ്ണെ, അങ്ങനെ 4 പൈസ കൊടുത്ത് ഏതെന്ന് പൈസ കൊടുത്ത്? എന്റെ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞൊരു ഇപ്പൊ തിരിച്ചു തരാൻ ഒരാൾക്കെന്തോ കൊടുക്കാനെന്ന് പറഞ്ഞിട്ട് എന്റെ 500 രൂപ വാങ്ങിച്ചത്. ഇറങ്ങടാ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങ്. എടാ കള്ളനടാ, ശരിയായ ഞാൻ എന്തെല്ലാം വിചാരിച്ചാ ഇത്രയും നല്ല ഫുഡ് നല്ല പെട്ടെന്ന് ഞാൻ ടേസ്റ്റ് ഒരു മാറ്റോടാ. കുണ്ണ അതിന്റെ മുഖത്ത് ഞാൻ ചവിട്ടുക്കട്ടാ കുണ്ണ. ഞാനെനിക്ക് ഇത്രയും ദിവസം ഈ ടേസ്റ്റ് ഉണ്ടായിട്ടില്ല. ഇന്നലെ വരെ തീട്ടം പറ്റിയ ഫുഡായിരുന്നു ഞാൻ തിന്നത്. ചിക്കൻ കറിയെ പറ്റി ഞാൻ ചിന്തിച്ചു. സാബിറ്റ് NTL ഡൊനേറ്റഡ് 40 രൂപ ത്രൂ ഗൂഗിൾ പേ. സ്വാദിന് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, സവാദിന് ഒരുമ കൊടുക്കുമോ? എന്നിട്ട് ചിപ്പോ എന്താന്ന് ചിപ്പോ ഒരു സന്തോഷമില്ലാതാ? സന്തോഷം ഉണ്ടല്ലോ. എന്നാലും ഒരാളും വിശ്വസിക്കാൻ പറ്റില്ല. കാര്യം പറയാം, നമ്മളെ മുന്നിൽ ഷൈൻ ചെയ്യാൻ പറ്റും ആൾക്കാർ പലതും കാണിക്കും, അവരല്ലാത്തത് അവരായിട്ട് കാണിക്കും. അത് എന്തൊരു എന്നോട് ഓണസ്റ്റ് ആയിട്ട് ഇവര് പറയാം ഞാൻ ഹോട്ടലിൽ നിന്ന് വാങ്ങിയത്, എനിക്ക് ഒരു കുഴപ്പമില്ല. ഇതിങ്ങനെ ഫേക്ക് ചെയ്യേണ്ട ഒരു കാര്യമില്ലായിരുന്നു. നമുക്ക് സത്യം ഇങ്ങനെ കള്ളത്തിനെ കാണിക്കാൻ തീരെ ഇഷ്ടമല്ല. നമുക്ക് മമ്മൂനോടുള്ള മൊത്തം ഇത് പോയി എൻ്റെ മൈൻഡിൽ നിന്ന്. ഞാൻ കാര്യം പറയില്ല, ഭയങ്കര വേണം. അതിന്റെ ഇടക്കിടക്ക് വന്നിട്ട് ഇങ്ങനെ നല്ല ടേസ്റ്റ് ആക്കുന്നുണ്ടാ. നാളെ ചവിട്ടാൻ തോന്നുന്നുണ്ടല്ലോ കാണുമ്പോ. ജെൻഡർ ചേഞ്ചാ. പ്രയാഗ് ചേഞ്ച്ഡ് ഇൻടു ചിപ്പു. ആ പേരൊന്ന് ഒഴിവാക്കോ, അവര് പലതും. ഓ സോറി 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 സോറി. എന്താ എല്ലാവരും ഇങ്ങനെ പറയാ? നാദിർ ഷാ MS ഡൊനേറ്റഡ് 40 രൂപ 50 പൈസ ത്രൂ ഗൂഗിൾ പേ. തൊപ്പി പൊടി കഴിച്ചു കഴിഞ്ഞു, ടീക്കി ടാക്ക കണ്ടു റേറ്റ് ചെയ്യണേ അവളോടും പറഞ്ഞേക്ക്. 3 മണിക്കൂറായി നിന്റെ ടീക്കി ടാക്കാന്ന് പറഞ്ഞ.
ചിപ്പോ ശരി എന്നാ, ഗുഡ് നൈറ്റ്, ഞാൻ വിളിക്കാം. ശരി, ബൈ. ഇതെന്തടാ ജെൻഡർ ചേഞ്ചാ? ഷീസ് പ്രയാഗ് മണ്ടാന്നാ. അയ്യോ, അപ്പൊ ഞാൻ പ്രയാഗിന്റെ അപ്പം നിന്നാ പറഞ്ഞേ. ഇത് ചപ്പാത്തി നമ്മുടെ ഇന്ന് ഞാൻ തൊഴിക്ക് ഞാൻ പൊക്കോണം ഇടുന്നു. എടാ പോടാ, പ്രയാഗ് ചേഞ്ചർ എന്റെ ഷിഫ്റ്റ് ആയിട്ടില്ല. ഞാൻ വിശ്വസിക്കൂല. പ്രൂഫ് ഉണ്ടെങ്കിൽ ഇല്ലടാ, വെറുതെ ഓരോന്ന് പറയല്ലോ. നിങ്ങളിങ്ങനെ പലതും വന്നിട്ട് പറയും. എനിക്ക് വിശ്വാസമില്ല. പ്രൂഫ് ഉണ്ടാ? ഇല്ലല്ലോ. എന്താ ബായ വിട്ട് സ്റ്റോറി ഹൈലൈറ്റ് നോക്ക്. സ്റ്റോറി ഹൈലൈറ്റാ മയിലേ. ഇത് പിടിച്ചേ കഴിയോട്ടെ. ഒന്നും ചെയ്യല്ലേ മുഴുവൻ മര്യാദ ഫുഡ് കഴിച്ചാൽ സന്തോഷത്തിൽ ഇനിയും കഴിക്കാലോ വെച്ചിട്ട് മതിയാ. എന്റെ തീട്ടം ഉള്ളിലേക്ക് തിരിച്ചു കയറിയടാ. പോയി ഒന്ന് ടെൻഷൻ മാറ്റടാ വേണം. ഇത് നോക്കട്ടെ, വെറുതെ പേടിപ്പിക്കല്ല നീ. ഞാൻ പേടിപ്പിക്കുന്നത് മഴവില്ലാതെ ഫ്ലാഗ്. എടാ മഴവിൽ ഫ്ലാഗ് അല്ലേ ഇത്? അല്ലല്ലോ ആണോ? അല്ലല്ലോ. ഇതെങ്ങനെയാടാ പൊട്ട, ഇതെങ്ങനെയാടാ ആണാവോ? നീ എന്താ പറയുന്നത്? എടാ ട്രാൻസ് കണ്ട നമുക്ക് മനസ്സിലാവും, നമുക്കൊരു ഹിന്റ് കിട്ടൂലേ. ഇത് ട്രാൻസ്ലേറ്റ് ഒരിതുമില്ല. ഇനി എന്താ പറയുന്നത്? നമുക്ക് സാധാരണ ഒരു അവിടെ ട്രാൻസ് നമുക്കൊരു ഐഡിയ കിട്ടും, മനസ്സിലാവും, മുഖത്താ അല്ലെങ്കിൽ അങ്ങനെങ്കിൽ നോക്കി എവിടെന്നെങ്കിലും കിട്ടും. ഇത് അങ്ങനെ തോന്നുന്നില്ലടാ പൊട്ട. ആ പുസ്തിയുണ്ട്. അപ്പൊ ട്രാൻസ് അല്ല. എടാ അർമേനിയയുടെ ഫ്ലാഗാണ് മണ്ട. അടേ ഇത് റിയൽ കേളാടാ പൊട്ട, ബുദ്ധിയില്ലാത്ത മറിയവർ. എന്ത് കുണ്ണത്തരം കണ്ടോ? ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഇത് ട്രാൻസ് മുത്ത. ഇത് റിയൽ ഗേൾ. ഇതെന്താണ്ടി സാധിച്ചു തന്നിരിക്കുന്നു. വേറെ എന്തെങ്കിലും വേണേൽ എൻ്റെ അച്ഛൻ്റെ നിൻ്റെ വീട്ടിൽ വരുമ്പോൾ പറഞ്ഞു കൊടുത്തോളൂ. മോളോ കിടുന്നില്ല. ഫേസ്ബുക്ക് ഒന്ന് നോക്കുക. മുല കാണിച്ചു തരുമോ? മയില് നാളെ നമ്മളെല്ലാം എടുത്ത് ഇങ്ങനെ സ്റ്റോറി ഇടുക. എനിക്ക് രാത്രിയാകുമ്പോൾ ഇങ്ങനത്തെ ചെറിയ അസുഖങ്ങളെല്ലാം ഉള്ളതാണ്. ഞാൻ ഇതുവരെ ചോദിച്ചിട്ടൊന്നുമില്ല. പക്ഷെ നാളെ എൻ്റെ സ്റ്റോറി എടുത്തിടും. മയില് ഞാൻ പേടിയാണ്. പാവം പെണ്ണായത്. നീയെല്ലാം എന്തൊരു മുമ്പിത്തരാന്നാ നീയെല്ലാം പറയുന്നത്. ഉണ്ണകളെ ബുദ്ധിയിലടാ നിനക്കൊന്നും. പട്ടിപ്പം
പാവടാ. നീ ആലോചിച്ച് നോക്കി, ഒരു പെണ്ണിന്റെ അടുത്ത് വന്ന് നിങ്ങളിങ്ങനെ ട്രാൻസ് സീസ് ലേഡി ബോയ് തന്നെ പറഞ്ഞ സ്പാം ചെയ്യുമ്പോൾ ഓളൊരു മൈൻഡ് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. സത്യം പറഞ്ഞാൽ ഡാർക്ക് സാധനമാട്ടെ. ഇത് കാര്യം പറഞ്ഞ പുണ്ടച്ച് നോക്കണേ പൂരത്തരം പറഞ്ഞാണ്ടല്ലോ വന്നിട്ട് 1000 മാറ് സോറി. ഞാൻ അതിന് സോറി, നിങ്ങൾ സോറി പറ അമ്മായികളെ ആരും പറയാം. ഞാനൊരു സോറി പറഞ്ഞേക്കളെ പാവം. നമ്മളെ വിളിച്ചോ എടുക്കുമോ വെറുതെ ഡാർക്ക് കൊടുത്തിട്ട് പാവം. ചിപ്പോ വിഷമായ ആ ഞാൻ ഇതിനാ ലൈവിലാ. പറ. എന്ത് അതാ ചാറ്റിൽ ഒരു 10,000 ആൾക്കാരുണ്ടോ? ഇവരെല്ലാവരും എങ്ങനെ കേസ് കൊടുക്കുക? ഒരു പേര് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് എങ്ങനെയാ നീ കേസ് കൊടുക്കുക? നീ എന്താ പറയാ? നിന്റെ മാനസിക ഇത് നോക്കിയിട്ട് അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവിടെ നിയമം ഇതെല്ലാം എന്തിനാ അങ്ങനെ ഒന്നും കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവര് എന്ന് പറഞ്ഞാൽ തലതെറിച്ച പിള്ളേരാണ്, ബുദ്ധിയില്ലാത്ത മന്ദ ടീംസാണ് കുറെ എണ്ണം. അതായത് എല്ലാരും അല്ല, ഒരു മിക്കവാറും ഒരു 75% മുക്കാ ഭാഗവും അങ്ങനെ തലതെറിച്ച ടീമാണ്. മനസ്സിലായോ? ഒന്നിനും പേടിയില്ലാണ്ട് ഇങ്ങനെ അങ്ങനെ ജീവിക്കുന്ന പിള്ളേരാ, ചെറിയ പിള്ളേരാണ്. മനസ്സിലായോ? അപ്പൊ അവര് ഇങ്ങനെ നിന്നെ ഒന്ന് കേട്ടതിനാണ് ഞാൻ അവർക്ക് വേണ്ടി ഞാൻ സോറി ചോദിക്കുന്നു. ഓക്കെ, ആൾക്കാരെ ഒരു ഗേളിനെ ഉള്ളൊരു ട്രാൻസ് അങ്ങനത്തെ ലെവലിൽ സംസാരിക്കുമ്പോൾ ആൾക്കാരെ അതിന്റെ ഒരു മൈൻഡ് സെറ്റ് എന്തായിരിക്കും നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതാണ്. സോറി. ഓക്കെ, സോറി. ഞാൻ ബിഹാഫ് ഓഫ് മൈ ഓഡിയൻസ് ഞാൻ സോറി ചോദിക്കുന്നു. ഓക്കെ, റിയലി സോറി. ഓക്കെ, എന്തായാലും ബൈ. ഞാൻ നല്ല ലൈവ് എന്ത് ചെയ്യാൻ എൻ്റെ മൂഡ്. ഓക്കെ എന്നാ, ഗുഡ് നൈറ്റ്. ബൈ. ഹാപ്പി ആയിട്ടിരിക്കും. ബൈ. എടാ പാവടാ, എന്താ എടാ നിങ്ങൾ എന്തായാലും പറഞ്ഞാൽ ഒരു പെണ്ണാന്നുള്ള കാര്യം ആലോചിക്കണം. മനസ്സിലാവും? പെണ്ണ ഓൾഡ് ബോയ് ഫ്രണ്ട് പേരാണ്. ഓക്കെ 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 ഓക്കെ. ആ പേര് ഇതാക്കണ്ട, ആ പേര് പറയണ്ട. വെറുതെ എന്തിനാടാ നമ്മൊരു മനസ്സിലാവും ഒരു ആവശ്യമില്ലാത്തൊരു ഇതെന്തിനാന്ന് വെറുതെ ഇതാക്കുന്നത്. എന്തായാലും നമ്മൾ ഡെയിലി നമ്മൾ ലൈവെല്ലാം വിളിച്ച് സംസാരിക്കുന്നത്. മനസ്സിലാവും? ഡെയിലി സംസാരിക്കുന്നത് ആ ഒരു നല്ലൊരു ബന്ധം ഇല്ലാണ്ടാക്കല്ലേ ഇതാ. മനസ്സിലാവും? പ്രത്യേകിച്ച് ഇപ്പൊ ആരും വിളിക്കാനൊന്നും ആരും ഇല്ലാതെ വെറുതെ ഉള്ള ബന്ധം കളയല്ല, കുണ്ണകളെ കാര്യം പറയല. ഓക്കെ, ഞാൻ പോട്ടെന്നാ. സമയം എത്രടാ? 2:20 അമ്മായിര്. ഓ, ലോയൽ ഫാൻസ് ആണ് ഇപ്പം കാണുന്ന ലൈവ് കാണുന്ന. താങ്ക് യു ഗൈസ്. 2:30 മണിക്ക് ഇരുന്ന് ലൈവ് കാണുന്നത്. W ഫാൻസ്, W ഫാൻസ്.